നമോ ഭഗവതേ വാസുദേവായ. ഏവർക്കും വൈകുണ്ഠം ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ദേവപ്രിയ. ഇന്ന് മഹാവിഷ്ണുവിൻ്റെ ദശാവതാര ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. അതായത് കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ കക്കൂർ, നന്മണ്ട, ചേലന്നൂർ പഞ്ചായത്തുകളിലായി പൊൻകുന്നു മലയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു ശംഖ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആകൃതിയിൽ വരും എല്ലാ ക്ഷേത്രങ്ങളും ചേർന്നാൽ. അതിലൊന്നാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് പെരുമീൻ മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഇത് മത്സ്യാവതാര ക്ഷേത്രമാണ്. ഇവിടെ വൈശാഖ മാസത്തിൽ മീനൂട്ടൽ ഉത്സവം നടക്കുന്നു. ഇനി രണ്ടാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ആമമംഗലം മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഇവിടെ കൂർമാവതാര പ്രതിഷ്ഠയുള്ള ക്ഷേത്രം കൂടിയാണ്. മിഥുന മാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ പ്രത്യേക പൂജകൾ നടക്കുന്നു. പിന്നെ ആമവാദം പിടിപെട്ട പലരും വിശേഷയാൽ പൂജകൾക്കായി ഇവിടെ വരാറുണ്ട്. അടുത്ത ക്ഷേത്രം പഞ്ഞിവള്ളി വാര്യമഠം മഹാവിഷ്ണു ക്ഷേത്രം. വരാഹ പ്രതിഷ്ഠ ക്ഷേത്രോത്സവം. ഇനി നാലാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് തൃക്കോയിക്കൽ നരസിംഹ ക്ഷേത്രമാണ്. പേര് പോലെ തന്നെ നരസിംഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഇത്. ഇനി അഞ്ചാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് തീർത്ഥങ്കര വാമന ക്ഷേത്രം. വാമന പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. പൊൻകുന്നു മലയുടെ തൊട്ട് താഴെയായിട്ടത് സ്ഥിതി ചെയ്യുന്നു. ഇനി അടുത്തത് കാക്കൂർ പരശുരാമ ക്ഷേത്രമാണ്. ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് പൂർണ്ണമായും തകർക്കപ്പെട്ട ക്ഷേത്രമെന്നാണ് വിശ്വാസം. പക്ഷേ ഇപ്പോഴവിടെ ഒരു ചെറിയൊരു ക്ഷേത്രം ആയിട്ടുണ്ട്, നിലവിലിരിപ്പുണ്ട്. ഏഴാമത്തെ ക്ഷേത്രം രാമനല്ലൂർ ശ്രീ രാമസ്വാമി ക്ഷേത്രം. എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ വിശേഷാൽ പൂജകളും രാമായണ പാരായണവും നടത്തി വരുന്നു. കൂടാതെ ശ്രീരാമസ്വാമി നവമി ആഘോഷവുമുണ്ട്. രണ്ടാമത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞത് കാവിൽ ബലരാമ ക്ഷേത്രം. 2000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. അതും മൊത്തം ബലക്ഷയം സംഭവിച്ച് പുനർനിർമ്മിച്ചതാണ്. ഇനി 9ാമത്തെ ക്ഷേത്രം ഈന്താട് ശ്രീകൃഷ്ണ ക്ഷേത്രം. ബലരാമ ക്ഷേത്രത്തിന് തൊട്ടടുത്തായി വയലിൻ്റെ നടുവിലായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ബലരാമനും ശ്രീകൃഷ്ണനും സഹോദരന്മാരായതിനാലാവും പരസ്പരം മുഖം നോക്കി നിൽക്കുന്ന നിലയിലാണ് രണ്ട് പ്രതിഷ്ഠകളും. ഇനി അവസാനത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് കൽക്കി. അതുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും ഉണ്ട്. ഇനിയും കണ്ടെത്താൻ പറ്റാത്തൊരു ക്ഷേത്രമാണത്. അതിലൊരു ഐതിഹ്യം എന്ന് പറയുന്നത് പെരുമീൻ പുറത്തു നിന്ന് മാറി അമ്പലപ്പറമ്പ് എന്ന സ്ഥലത്ത് ഒരു ചതുരക്കിണർ ഉണ്ടായിരുന്നെന്നും അവിടെ ആവാം ആ ക്ഷേത്രം ഉള്ളത് എന്നുമാണ്. മറ്റൊന്ന് കലിയുഗത്തിന് ഒടുവിൽ മാത്രമേ കൽക്കിയുടെ ക്ഷേത്രം സ്ഥാപിക്കാവൂ എന്നുമാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ കൂപ്പുകൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾക്കായി കാത്തിരിക്കുക. അപ്പോൾ ശുഭദിനം.